ഹലോ എവരിവൺ, നമ്മൾ അടുത്തതായി ഒരു പുതിയ വീഡിയോയിലേക്ക് വന്നിരിക്കുകയാണ്. ഈ വീഡിയോയിൽ നമ്മൾ ക്ലാസ് 11ന്റെ ഫസ്റ്റ് ചാപ്റ്ററായ യൂണിറ്റ്സ് ആൻഡ് മെഷർമെന്റ്സ് എന്ന് പറയുന്ന ചാപ്റ്റർ 2 പാർട്ടായി കംപ്ലീറ്റ് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ ഈ ഒരു പാർട്ടിൽ നമ്മൾ ആദ്യത്തെ പാർട്ടായ SI യൂണിറ്റ്സ് അഥവാ യൂണിറ്റ്സ് എന്ന് പറയുന്ന വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടൊരു ടോപ്പിക് തന്നെയാണ് കംപ്ലീറ്റ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ചാപ്റ്ററിലേക്ക് കിടക്കാം. Yes. Okay. അപ്പോൾ ആദ്യമായി തന്നെ വാട്ട് ആർ യൂണിറ്റ്സ്? ചാപ്റ്ററിന്റെ പേര് നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കിയാൽ യൂണിറ്റ്സ് ആൻഡ് മെഷർമെന്റ്സ് എന്നാണ് പേര്. അപ്പോൾ ആദ്യത്തെ പാർട്ടിൽ യൂണിറ്റ്സ് എന്താണെന്ന് നമ്മൾ പഠിക്കും. അപ്പോൾ വാട്ട് ആർ യൂണിറ്റ്സ്? എന്തായിരിക്കും യൂണിറ്റ്സ്? യെസ്, നമ്മുടെ ലോകത്ത് എക്സിസ്റ്റ് ചെയ്യുന്ന എല്ലാ ക്വാണ്ടിറ്റീസിനെയും നമ്മൾ എന്ത് ചെയ്യും? മെഷർ ചെയ്യും. നമുക്ക് ഒരു പ്രത്യേകതരം ഒരു യൂണിറ്റ് ഇല്ലാതെ നമുക്ക് ഒരു എക്സാമ്പിൾ ആണെങ്കിൽ ഒരു റെക്റ്റാങ്കിളിന്റെ ഏരിയ അല്ലെങ്കിൽ ലെങ്ത് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ സാധിക്കും? ഇല്ല. പണ്ടുള്ള ഏൻഷ്യൻ ടൈംസിലെ ഈ യൂണിറ്റ് എന്ന് പറയുന്ന സാധനവും ഇല്ലായിരുന്നു. പക്ഷെ മെല്ലെ മെല്ലെ ഒരു ചെറിയ ചെറിയ ബേസിസിൽ, അതായത് ചെറിയ ചെറിയ ക്ലൂ ബേസിസ്, അതേപോലെ തന്നെ ഇന്ന മാത്തമാറ്റിക്കൽ മെമ്മറി, ചിലപ്പോ എന്താ പറയുക, പല പല രീതികളിലൂടെ പണ്ടത്തെ ആൾക്കാർ ഈ യൂണിറ്റ്സ് എന്ന് പറയുന്ന സാധനം കണ്ടുപിടിച്ചിട്ടുണ്ടാകും. അപ്പോൾ യൂണിറ്റ്സ് സിംപിളി നമുക്ക് പഠിക്കേണ്ടത് എന്താ വെച്ചാൽ, യൂണിറ്റ്സ് എന്ന് പറഞ്ഞത് വേൾഡിൽ ഉള്ള എല്ലാ വസ്തുക്കളെയും മെഷർ ചെയ്യാൻ ഉപയോഗിക്കുന്ന ഒരു വസ്തുവാണ് യൂണിറ്റ്. അത്രേ ഉള്ളൂ. യൂണിറ്റ് എന്ന് പറഞ്ഞ 2ആയി തരംതിരിച്ചിട്ടുണ്ട്. ഒന്ന് ഫണ്ടമെന്റൽ യൂണിറ്റ്സ് ആൻഡ് സപ്ലിമെന്ററി യൂണിറ്റ്സ്. ഫണ്ടമെന്റൽ യൂണിറ്റ്സ് എന്ന് പറഞ്ഞാൽ നമുക്ക് മറ്റുള്ള ക്വാണ്ടിറ്റീസിനെ ഒന്നും ഡിപ്പെൻഡ് ചെയ്യാതെ, ഓക്കെ, ഫണ്ടമെന്റൽ യൂണിറ്റ്സ് എന്ന് പറഞ്ഞാൽ മറ്റുള്ള ക്വാണ്ടിറ്റീസിനെ അഥവാ യൂണിറ്റ്സിനെ ഒന്നും ഡിപ്പെൻഡ് ചെയ്യാതെയുള്ള യൂണിറ്റുകൾ ആണ് എന്ത്? ഫണ്ടമെന്റൽ യൂണിറ്റ്സ്. ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റീസ് എന്ന് പറഞ്ഞാൽ ഫണ്ടമെന്റൽ യൂണിറ്റ് ഉള്ള ആൾക്കാരെയാണ് നമ്മൾ എന്ത് വിളിക്കുക? ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റീസ് എന്ന് വിളിക്കുക. ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റീസ് എന്ന് പറഞ്ഞാൽ മറ്റുള്ള ക്വാണ്ടിറ്റീസിനെ ഒന്നും ഡിപ്പെൻഡ് ചെയ്യാതെ ഉള്ള വസ്തുക്കളാണ് ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റീസ്. ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഒരു റെക്റ്റാങ്കിൾ തന്നെ നമ്മൾ എടുത്തു നോക്കിയാൽ അവിടുത്തെ ലെങ്ത് എന്താണ്? ഒരു ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റിയാണ്. അപ്പോൾ ഞാൻ ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റി ആൻഡ് സപ്ലിമെന്ററി ക്വാണ്ടിറ്റി എഴുതുകയാണെങ്കിൽ നമുക്ക് ലെങ്ത് ഒരു ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റി ആയിട്ട് പറയാൻ സാധിക്കും. സപ്ലിമെന്ററി ക്വാണ്ടിറ്റി ആയിട്ട് വോളിയമേ നമുക്ക് പറയാൻ സാധിക്കുള്ളൂ. ഇതിന്റെ അർത്ഥം ലെങ്ത് ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റി ആവാൻ എന്തായിരിക്കും കാരണം? യെസ്, ലെങ്ത് മറ്റുള്ള ക്വാണ്ടിറ്റീസിനെ ഒന്നും ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. ലെങ്ത് പറഞ്ഞാൽ ലെങ്ത് തന്നെയാണ്, അതിനൊരു വേരിയേഷനും ഇല്ല. അതേപോലെ തന്നെ സെക്കൻഡറി ക്വാണ്ടിറ്റി എന്ന് പറഞ്ഞാൽ സപ്ലിമെന്ററി ക്വാണ്ടിറ്റി എന്ന് പറഞ്ഞാൽ വോളിയം പോലെയുള്ള വസ്തുക്കളാണ്. വോളിയത്തിന്റെ ഇക്വേഷൻ എന്തായിരുന്നു? യെസ്, ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ഇൻറ്റു ഹൈറ്റ്. അല്ലെങ്കിൽ വെലോസിറ്റി എടുത്തു. വെലോസിറ്റി എടുത്തു നോക്കിയാൽ ഡിസ്റ്റൻസ് പെർ ടൈം അല്ലേ? യെസ്, ഇവിടെ വോളിയം എന്ന് പറഞ്ഞാൽ മറ്റുള്ള ക്വാണ്ടിറ്റീസ് ആയ ലെങ്ത്, ബ്രെഡ്ത്ത്, ഹൈറ്റിനെയൊക്കെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ വെലോസിറ്റി എന്ന് പറഞ്ഞാൽ മറ്റുള്ള ക്വാണ്ടിറ്റി ആയ ഡിസ്റ്റൻസിനെയും ടൈമിനെയും ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതിൽ നമുക്ക് എന്ത് പറയാൻ സാധിക്കും? യെസ്, സപ്ലിമെന്ററി ക്വാണ്ടിറ്റി എന്ന് പറഞ്ഞാൽ മറ്റുള്ള ക്വാണ്ടിറ്റീസിനെ എല്ലാം ഡിപ്പെൻഡ് ചെയ്യുന്ന ക്വാണ്ടിറ്റീസ് ആണ് ആര്? ഇവർ. ഓക്കെ, ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റീസ് എന്താണെന്ന് പഠിച്ചു, സെക്കൻഡറി ക്വാണ്ടിറ്റീസ് എന്താണെന്ന് പഠിച്ചു. അപ്പോൾ ലെങ്ത് ഒരു ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റിയാണ്, കാരണം അത് മറ്റുള്ള ക്വാണ്ടിറ്റീസിനെ ഒന്നും ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. വോളിയം, വെലോസിറ്റി എന്ന് പറഞ്ഞാൽ ഒരു സപ്ലിമെന്ററി ക്വാണ്ടിറ്റിയാണ്. അതിനർത്ഥം അവർ മറ്റുള്ള ആൾക്കാരെ, മറ്റുള്ള ക്വാണ്ടിറ്റീസിനെയൊക്കെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത്രയുമാണ് നമുക്ക് ഈ ഒരു ചാപ്റ്ററിന്റെ ഇൻട്രൊഡക്ഷൻ ടോപ്പിക്കുമായി ബന്ധപ്പെട്ട് ചർച്ച ചെയ്യാനുള്ളത്. അപ്പോൾ പുതിയൊരു ടോപ്പിക്കുമായി, ഈ ചാപ്റ്ററിന്റെ തന്നെ പുതിയൊരു ടോപ്പിക്കുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും താങ്ക് യു.